അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് ഒരു ലോകോത്തര വനിതാ വ്യക്തിത്വത്തെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. മാഡലിൻ തിയൻ എന്നാണ് ആ വനിതയുടെ പേര്. അവർ ആരാണെന്ന് എന്തെങ്കിലും ഒരു ഐഡിയ നിങ്ങൾക്കുണ്ടോ? ഇല്ല എങ്കിൽ അവരുടെ വ്യക്തി പ്രഭാവത്തിന്റെ അളവ് പറയുകയാണെങ്കിൽ ഒന്നുകിൽ മഹാത്മാഗാന്ധിയോളം, അതല്ല എങ്കിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, യാസിർ അറാഫത്ത്, ഈ ലെവലിൽ ഉള്ള ഒരു ഉന്നത വനിതയെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. വിശദമായ വിവരണത്തിന് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ലോകത്തെ ഏറ്റവും മികച്ച അംഗീകാരങ്ങളിൽ പ്രധാനപ്പെട്ടത് 3 അംഗീകാരങ്ങളാണ്. അത് 1 ഓസ്കർ അവാർഡാണ്, 2 നോബൽ സമ്മാനമാണ്, 3 ഗില്ലർ പ്രൈസ്. അപ്പൊ ലോകത്തിലെ ഏറ്റവും മികച്ച സാഹിത്യ മേഖലയിലുള്ള സംഭാവനകൾക്കാണ് ഗില്ലർ പ്രൈസ് കൊടുക്കുന്നത്. 2016 ഗില്ലർ പ്രൈസ് ജേത്രി മാഡലിൻ തിയൻ അവർ ചെയ്ത ഒരു പ്രവൃത്തി, അവരുടെ ഈ പുരസ്കാരം അവർ തിരിച്ചേൽപ്പിക്കുന്നു. ഈ പുരസ്കാരം എനിക്ക് വേണ്ട, കാരണം എനിക്ക് പുരസ്കാരം തന്നവർ എനിക്ക് പുരസ്കാരം തരാൻ യോഗ്യരല്ല. അതുകൊണ്ട് ഞാൻ ഇത് തിരിച്ചേൽപ്പിക്കുന്നു. അതിനെ പ്രധാനമായി ഉയർത്തി കാണിച്ച വാദം ഗസയിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ, സ്ത്രീകളെ, വൃദ്ധജനങ്ങളെ, യുവാക്കളെ വംശഹത്യ നടത്തുന്ന ഇസ്രയേലി സൈനികർക്കുള്ള അമേരിക്ക അടക്കമുള്ള നാറ്റോ സഖ്യ രാജ്യങ്ങളുടെ പിന്തുണ പിൻവലിക്കാത്തതിന്റെ പേരിലാണ് ഈ വനിത അവരുടെ ഗില്ലർ പ്രൈസ് തിരിച്ചേൽപ്പിച്ചത്. ലോകത്ത് ഇതിനു മുൻപ് ഒരിക്കലും സമാനതകളില്ലാത്ത ഒരു വംശഹത്യയാണ് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ അടങ്ങുന്ന നാറ്റോ സൈനിക സഖ്യത്തിന്റെ തണലിൽ അവരുടെ സാമ്പത്തിക സഹായത്താൽ, ആയുധ സഹായത്താൽ ഇസ്രയേൽ നിരായുധരായ പട്ടിണി പാവങ്ങളായ ഗസയിലെ ആ ബാലവൃദ്ധം ജനങ്ങളെ കൊന്നൊടുക്കാൻ ഉപയോഗിക്കുന്നു. ഇത്തരക്കാരുടെ പിന്തുണ, നാറ്റോ സൈനിക സഖ്യത്തിന്റെ പിന്തുണ, അതിൽ ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് മുസ്ലിം രാഷ്ട്രമായ തുർക്കിയ എന്നാണ് ഇപ്പോഴത്തെ പേര്. നാറ്റോ സൈനിക സഖ്യ രാജ്യങ്ങളുടെ ഹെഡാണ് തുർക്കി. ഈ തുർക്കി ഗസയിലെ പാവപ്പെട്ടവരുടെ ഭാഗത്താണ് ഞാൻ എന്ന് പറയുകയും അവരോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന വാക്കുകളും പ്രസംഗങ്ങളും ഒക്കെ നടത്തുകയും മറ്റേ ബ്രിട്ടൻ, ഫ്രാൻസ്, അമേരിക്ക എന്നീ രാജ്യങ്ങളെ തള്ളിപ്പറയുകയും ഇടയ്ക്കിടയ്ക്ക് അവരെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത്, അത് ഇറാനും ഇറാന്റെ പ്രോക്സികൾ അടക്കമുള്ള അവരെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളെ സോപ്പിടാനാണ്, സുഖിപ്പിക്കാനാണ്. അങ്ങനെ സുഖിപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രയേലിനും അമേരിക്കയ്ക്കും നാറ്റോയിലെ സകല സഖ്യ രാജ്യങ്ങൾക്കും ഈ പട്ടിണി പാവങ്ങളെ കൊന്നൊടുക്കാൻ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് തുർക്കിയാണെന്ന് ആലോചിക്കുക. അപ്പോൾ ഇത്തരം കള്ളക്കളികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ മാഡലിൻ തിയൻ എന്ന് പേരുള്ള ലോക പ്രശസ്ത എഴുത്തുകാരി അവരുടെ ഗില്ലർ പ്രൈസ് തിരിച്ചേൽപ്പിച്ചത്. ഈ കനേഡിയൻ എഴുത്തുകാരി മാഡലിൻ തിയൻ ഈ പുരസ്കാരം തിരിച്ചേൽപ്പിച്ചുകൊണ്ട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. പുരസ്കാരത്തിന്റെ വെബ്സൈറ്റിൽ നിന്നും പട്ടികയിൽ നിന്നും അവരുടെ പേരും അവരുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസ്, വിവരങ്ങളും ഇവരുടെ വെബ്സൈറ്റിൽ നിന്നും ഒഴിവാക്കണമെന്ന് പറഞ്ഞു. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇതിന്റെ സംഘാടകർക്ക് ഇവർ കത്ത് നൽകിയിരിക്കുന്നത്. ലോകത്ത് ഒരിക്കൽ പോലും സമാനതകളില്ലാത്ത വംശഹത്യയാണ് ഇവിടെ നടത്തുന്നത്. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ നേതൃത്വത്തിലാണ് ഈ അഴിഞ്ഞാട്ടം. ഒരുപക്ഷെ ചിലർ കമന്റിലൂടെ എനിക്ക് മറുപടി തന്നേക്കാം. ലോകത്ത് സമാനതകളില്ലാത്ത എന്ന് ഞാൻ പറഞ്ഞതിന് മറുപടിയായിട്ട് ഹിറ്റ്ലറെ ചൂണ്ടിക്കാണിച്ചേക്കാം.
പക്ഷേ ഹിറ്റ്ലർ ചെയ്തതിന് നല്ല ശക്തമായ ന്യായീകരണമുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഹിറ്റ്ലർ ഒരിക്കലും മറ്റ് രാജ്യങ്ങളെ അങ്ങോട്ട് ആക്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ചരിത്ര താളുകൾ പരിശോധിച്ചാൽ മനസ്സിലാകും, ബ്രിട്ടനും ഫ്രാൻസും ഒരു സുപ്രഭാതത്തിൽ അവർ രണ്ടുപേരും കൂടി ചേർന്ന് ഓർക്കപ്പുറത്ത് ജർമ്മനിയെ കടന്നാക്രമിക്കുകയായിരുന്നു. യാതൊരുവിധ പ്രകോപനവുമില്ലാതെ, ജർമ്മനിയുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ പ്രകോപനവുമില്ലാതെ ബ്രിട്ടനും ഫ്രാൻസും ചേർന്ന് അവരുടെ രഹസ്യ ഗൂഢാലോചനയിൽ ജർമ്മനിയെ ആഞ്ഞടിക്കുകയായിരുന്നു. അന്ന് ജർമ്മനിയുടെ ഭരണാധികാരിയായിരുന്നു ഹിറ്റ്ലർ. ആ അടിക്ക് തിരിച്ചടി എന്നോണമാണ് ഹിറ്റ്ലർ അന്ന് ആഞ്ഞടിച്ചത്. അപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി ജർമ്മനിയുടെയും ബ്രിട്ടന്റെയും ഒക്കെ ഭാഗത്ത് അനേകം രാജ്യങ്ങൾ കൂടി ചേർന്നപ്പോൾ ആ രാജ്യങ്ങളെ എല്ലാം ഹിറ്റ്ലർ അടിച്ചു. ഇതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഞാൻ വിഷയങ്ങളിൽ നിന്നും മാറിപ്പോകുന്നില്ല, വിഷയങ്ങളിലേക്ക് തിരിച്ചു വരാം. കൂടാതെ ഇവർ ഒരു കാര്യം കൂടി പറയുന്നു. ഈ മാഡ്ലിൻ പിയൻ എന്ന സാഹിത്യകാരി ഇസ്രയേൽ പറയുന്നിടത്ത് യാതൊരുവിധ ന്യായീകരണവുമില്ല. അവരെ ഇവിടെ നിന്നും അടിച്ചു ഓടിച്ചുകൊണ്ട് ഈ ഭൂമി പൂർണ്ണമായി കൈയടക്കുക എന്നുള്ളതാണ് ഇതിന്റെ പിന്നിലെ ഉദ്ദേശ്യം. അതിനൊരു കാരണവും കൂടിയുണ്ട്. ഗസയുടെ ഭൂമിക്കടിയിൽ നമുക്ക് വിലമതിക്കാവുന്നതിനും അപ്പുറം പ്രകൃതി വിഭവങ്ങളുടെ കലവറയുണ്ട്. ഇത് കട്ടെടുക്കുക എന്നേക്കുമായി. അതിന് ഗസ നിവാസികളെ കൊന്നൊടുക്കുക, അവരെ ഒരു ഭാഗത്തു നിന്ന് മറുഭാഗത്തേക്ക് ആട്ടിപ്പായിച്ച് ബോംബിട്ട് കൊന്നും, നിങ്ങൾ ഇന്ന ഭാഗത്തേക്ക് നീങ്ങുക, ഞങ്ങൾ ഇവിടെ ബോംബിടും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മറുഭാഗത്തേക്ക് ഇവരെ കോർണർ ചെയ്യുന്നു. അങ്ങനെ കോർണർ ചെയ്തെടുത്ത് കൊണ്ടൊന്ന് ബോംബിടുക, അങ്ങനെ സമ്പൂർണ്ണ വംശഹത്യ നടത്തുക. ശേഷം ഈ ഭൂമി അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യ രാജ്യങ്ങളുടെ കൈകളിലെത്തും. അവർ ഈ ഭൂമിക്കടിയിലെ സമ്പത്ത് കുഴിച്ചെടുക്കുന്നു, ഇസ്രയേലികൾക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുക്കും. ഇതാണ് ഇതിന്റെ പിന്നിലെ യഥാർത്ഥ ഗൂഢാലോചന. അപ്പോൾ എന്നെ ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ വലിയൊരു നന്ദി. തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. വീണ്ടും മറ്റൊരു വെറൈറ്റി വീഡിയോയുമായി കണ്ടുമുട്ടാം. അതുവരേക്കും എന്നെ ശ്രവിച്ച എല്ലാവർക്കും ഒരു വലിയ സലാം.